എന്നും രാവിലെ ദോശയോ അപ്പമോ ആയിരിക്കും. രാവിലെ മോൻ എണീറ്റ് വന്നതും മോൻ്റെ ഒരു ചോദ്യം, ഉമ്മച്ചി ഇന്നും ദോശ തന്നെയാണോ? എന്നും ദോശ എന്നൊന്നും മടുത്തു ഉമ്മച്ചി ഇന്ന്. അന്നേരം ഫ്രിഡ്ജിലോട്ട് നോക്കിയപ്പോഴോ ബീട്രൂട്ട് ഇരിപ്പുണ്ട്, അരിപ്പൊടിയും ഉണ്ട്. എന്നാൽ പിന്നെ ബീട്രൂട്ട് ഇടിയപ്പം ആയാലോ എന്ന്. ബീട്രൂട്ട് അരിഞ്ഞ് വേവിക്കാൻ വെച്ചു. അതിൻ്റെ വെള്ളം അതിൻ്റെ ഉപ്പും ചേർത്ത് അരിപ്പൊടിക്കകത്തോട്ട് കുഴച്ചെടുത്തു. ഇതുപോലെ ഇഡ്ഡലി തട്ടുവത്തിൻ്റെ അകത്ത് തേങ്ങാപ്പീരയും വെച്ച് ഇതും അങ്ങോട്ട് പീച്ചി വെച്ചു. നല്ല മയമായിരുന്നു, അതുകൊണ്ട് പീച്ച എളുപ്പമായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ മലക്കറി കഴിക്കാൻ ഒരു ഇഷ്ടക്കേടാണ്. ഇവിടുത്തെ 2 മക്കൾക്കും അത് തന്നെയാണ് അവസ്ഥ. ഇതാകുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇടിയപ്പം ആയതുകൊണ്ട് തന്നെ രാവിലത്തെ പണിയും അങ്ങ് ഒതുങ്ങി. ഇല്ലെങ്കിൽ ദോശയും ചുട്ട് പതിയെ ആവത്തുള്ളൂ. അങ്ങനെ രാവിലത്തെ കാപ്പിയുടെ അരി പെട്ടെന്നായിരുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. നല്ല സൂപ്പറായിരുന്നു. ആവി കയറി വെന്ത് വരുമ്പോഴത്തേക്കും കളർ ചേഞ്ച് ചെയ്യുന്നതാണ് ഇങ്ങനെ. അപ്പം അത്രയേ ഉള്ളൂ. ബായ്.